എ.ഐയുടെ സഹായത്തോടെ തല മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വരാൻ പോകുന്നു. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് യഥാർത്ഥത്തിൽ നടത്തുന്ന ശസ്ത്രക്രിയ അല്ലെങ്കിലും ഇതേ രീതിയിൽ റോബോട്ടുകൾ മനുഷ്യരുടെ തല മാറ്റിവയ്ക്കൽ അടുത്ത 8 വർഷത്തിനുള്ളിൽ നടത്തുമെന്ന് യുഎസിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് എക്സിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് ശസ്ത്രക്രിയാ റോബോട്ടുകൾ റോബോട്ടിക് ബോഡികളിൽ ഒരേ സമയം ശസ്ത്രക്രിയ നടത്തുന്നതാണ് വീഡിയോയിലുള്ളത്. അവർ ഒന്നിൽ നിന്ന് തല വേർപെടുത്തി മറ്റൊരു റോബോട്ടിക് ബോഡിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഇതൊരു ഹോളിവുഡ് മൂവിയിലെ രംഗം പോലെ തോന്നിയേക്കാം. എന്നാൽ യുഎസിലെ ഒരു സ്റ്റാർട്ടപ്പ് യഥാർത്ഥത്തിൽ ഈ സാങ്കേതികതയിൽ പ്രവർത്തിക്കുന്നവരാണ്. ന്യൂറോ സയൻസ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ടപ്പായ ബ്രെയിൻ ബ്രിഡ്ജ് ലോകത്തിലെ ആദ്യത്തെ തലമാറ്റിവയ്ക്കൽ സംവിധാനം വികസിപ്പിക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. കമ്പനി ഇതുവരെ സ്റ്റെൽത്ത് മോഡിലാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ലോകം കൂടുതൽ മനസ്സിലാക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നതായി ബ്രെയിൻ ബ്രിഡ്ജ് പറയുന്നു. കൂടാതെ സ്റ്റേജ് 4 ക്യാൻസർ, പക്ഷാഘാതം, ആൽഷിമേഴ്സ്, പാർക്കിൻസൺസ് തുടങ്ങിയ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കമ്പനി ചൂണ്ടിക്കാട്ടി. ആരോഗ്യമുള്ള എന്നാൽ മസ്തിഷ്ക മരണം സംഭവിച്ച ദാതാവിന്റെ ശരീരത്തിലേക്ക് രോഗിയുടെ തല മാറ്റിവെക്കുന്നതാണ് ഇതിന്റെ നടപടിക്രമം. അതേസമയം ശാസ്ത്ര സമൂഹത്തിൽ നിന്ന് വിഷയത്തിൽ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ കമ്പനിയല്ല ബ്രെയിൻ ബ്രിഡ്ജ്. ന്യൂറബിൾ, ഇമോട്ടീവ്, കേർണൽ, നെക്സ്റ്റ് മൈൻഡ് എന്നിവയാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സ്പേസിലുള്ള മറ്റു ചിലർ. പക്ഷേ ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രശസ്തമായത്. മസ്തിഷ്ക കോശങ്ങളുടെ നശീകരണം തടയുന്നതിനും മാറ്റിവെക്കപ്പെട്ട തലയും ദാതാവിന്റെ ശരീരവും തമ്മിൽ തടസ്സമില്ലാതെയുള്ള പ്രവർത്തനം ഉറപ്പാക്കാനും അതിവേഗ റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിക്കാനാണ് തങ്ങൾ പദ്ധതിയിടുന്നതെന്ന് ബ്രെയിൻ ബ്രിഡ്ജിലെ പ്രൊജക്ട് ലീഡ് ഹാഷിം അൽ-ഗൈലി പറഞ്ഞു. ഞരമ്പുകൾക്കും രക്തക്കുഴലുകൾക്കുമൊപ്പം സുഷ്മന നാഡിയെ കൃത്യമായി വീണ്ടും ബന്ധിപ്പിക്കുന്നതിന് നൂതന എ.ഐ അൽഗോരിതങ്ങൾ ശസ്ത്രക്രിയാ റോബോട്ടുകളെ നയിക്കുമെന്നും അൽ-ഗൈലി കൂട്ടിച്ചേർത്തു. കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കെമിക്കൽ പശയും പോളിയെത്തിലീൻ ഗ്ലൈക്കോളും വിച്ഛേദിക്കപ്പെട്ട ന്യൂറോണുകളെ വീണ്ടും ബന്ധിപ്പിക്കാൻ സഹായിക്കും. ബ്രെയിൻ ബ്രിഡ്ജ് ആശയത്തിന്റെ ഓരോ ചുവടും വിശാലമായ ശാസ്ത്രീയ ഗവേഷണത്തെ അടിസ്ഥാനമാക്കി ശ്രദ്ധാപൂർവം ക്രമീകരിച്ചിട്ടുള്ളതാണ്. മെഡിക്കൽ സയൻസിന്റെ അതിരുകൾ ഭേദിച്ച് ജീവൻ അപകടപ്പെടുത്തുന്ന അവസ്ഥയിൽ പോരാടുന്നവർക്ക് നൂതനമായ പരിഹാരങ്ങൾ നൽകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അൽ-ഗൈലി പറയുന്നു. മാത്രമല്ല, സാധ്യതാഫലങ്ങൾ പോസിറ്റീവാണെങ്കിൽ അടുത്ത 8 വർഷത്തിനുള്ളിൽ തലമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.